ഗൈസ് നെക്സ്റ്റ് സീസണിന് വേണ്ടിയിട്ട് ക്ലബ്ബുകളൊക്കെ ഇപ്പം തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ താരങ്ങളെയൊക്കെ എത്തിക്കാനായിട്ട് പ്രീ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഏതായാലും ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അറ്റാക്കിംഗ് പൊസിഷനിൽ നോക്കാൻ കഴിയുന്ന ഇന്ത്യൻ താരങ്ങളെന്ന നിലയിൽ. അപ്പം അതിൽ ഒരുപാട് പേര് ഇന്ന പ്ലെയറിനെ എടുത്തൂടെ, ഇന്ന പ്ലെയറിനെ നോക്കിക്കൂടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സോ ഞാൻ നിലവിലെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ, അതായത് 2024 കോൺട്രാക്ട് അവസാനിക്കുന്ന താരങ്ങൾ, അതുപോലെ നമുക്ക് കുറഞ്ഞ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്താൽ സ്വന്തമാക്കാൻ കഴിയുന്ന താരങ്ങൾ എന്ന നിലയിലാണ് വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എത്തിക്കാം. കാരണം ഇല്ലത്തെ ദാരിദ്ര്യം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ വലിയ ട്രാൻസ്ഫർ ഫീ ഒന്നും കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുന്നത് നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അപ്പം ആ നിലയ്ക്കായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരുന്ന പേരായിരുന്നു കിയാൻ നസീരി എന്ന് പറയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ താരത്തിൻ്റെ പേര്. അപ്പം പലരും പറഞ്ഞിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൽ നിന്നൊന്നും ആ താരം വരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. താരത്തിൻ്റെ പേര് പറയാൻ കാരണം 2024 അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവസാനിക്കും. ഏതായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹം ചെന്നൈയിൻ FC ആയിട്ട് ഒരു അഡ്വാൻസ് ടോക്കിലൊക്കെ ആണ് എന്നുള്ള നിലയിലാണ് ഉള്ളത്. സോ മോഹൻ ബഗാനിൽ അദ്ദേഹത്തിന് നിന്നിട്ട് വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, പ്രത്യേകിച്ച് അബാസും കൂടി വന്ന ഒരു സാഹചര്യത്തിൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറയാം. കാരണം ഓൾറെഡി അവിടെ മൻവീർ സിംഗ് ഒക്കെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നുണ്ട്, എല്ലാ പൊസിഷനിലും ഫീൽഡാണ്. അപ്പം ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ്. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം ഓപ്പർച്യൂണിറ്റി ഉള്ള ക്ലബ്ബ് ചൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പം ചെന്നൈയാണ് ഈ ഒരു നിലയിൽ ഒരു അഡ്വാൻസ് സ്റ്റോക്കിലുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. 23 വയസ്സേ ഉള്ള താരം. ഈ സീസണിൽ കുറച്ച് മിനിറ്റ്സൊക്കെ കളിച്ചുള്ളെങ്കിലും അദ്ദേഹത്തിന് അറിയാലോ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്, നല്ല ടെക്നിക്കൽ എബിലിറ്റി ഒക്കെയുള്ള ഒരു താരമാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഡിഫറെൻറ്റ് പൊസിഷൻസിലൊക്കെ കളിപ്പിക്കാനുള്ളൊരു കേപ്പബിലിറ്റി. ഇപ്പോൾ അദ്ദേഹം ബേസിക്കലി റൈറ്റ് വിങ്ങർ ആണെങ്കിലും ലെഫ്റ്റ് വിങ്ങിലും അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഈവൻ ചിലപ്പോൾ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ വരെ അദ്ദേഹത്തെയൊക്കെ കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഗെയിം ടൈമൊക്കെ കിട്ടുന്നൊരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അതുപോലെ നാംഡെ, മന്ദർറാവ് ദേശായി, ഗുർക്കീറത്ത് സിംഗ് എന്നീ താരങ്ങളെയും ചെന്നൈയിൻ FC നോട്ടമിടുന്നു എന്നുള്ള ചില റൂമേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ ഇനി ഒരു ശക്തമായിട്ടുള്ള റൂമേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതിനുശേഷം അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ് ടു മുംബൈ സിറ്റി FC. അതായത് മുംബൈ സിറ്റി FC ഒരു അഡ്വാൻസ്ഡ് ടോക്കിലാണ് എന്നുള്ളതാണ്. ബ്രാൻഡൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഏതാണ്ട് കഴിയാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫ്രീ ഏജൻറ്റ് എന്ന നിലയിൽ ആകും. സോ അപ്പോൾ മുംബൈ സിറ്റി FC താരം ചേക്കേറും എന്നുള്ളതാണ്. അതൊരു ബിഗ് ട്രാൻസ്ഫർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാലോ അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ, ഇന്ത്യൻ പ്ലെയർ എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ബിപിൻ സിംഗ് ആൻഡ് ഗുർക്കീറത്ത് സിംഗ് ഒക്കെ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് നോക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. കാരണം ബിപിൻ സിംഗ് ക്ലബ്ബ് വിടാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ അവിടെ ഒരു ബെഞ്ച് പ്ലെയർ എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിക്രം പ്രതാപിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം ആ ഒരു നിലയിൽ ബിപിൻ സിംഗിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഫോറിൻ പ്ലേയേഴ്സൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് അവരുമായിട്ട് ഇഴകി ചേർന്ന് കളിക്കുന്ന പ്ലെയറാണ്. നല്ല ഗോൾ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നൊരു പ്ലെയറാണ്. ഈ സീസൺ മുംബൈ സിറ്റി FC കുറച്ചേ അദ്ദേഹം കളിച്ചിട്ടുള്ളെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗുർക്കീറത്തിനെ ഒന്നും നോക്കണ്ട, കാരണം ഓൾറെഡി നമുക്ക് ഈ ഷാനെ പോലെയൊക്കെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട്. അതാ പറഞ്ഞത്, ഈ ഒരു നമ്മുടെ ഒരു പരിമിതി എന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളങ്ങനെ ഒരുപാടങ്ങ് ഈ മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പം ആ ഒരു വലിയ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുന്നതൊക്കെ നിർത്തി. പക്ഷേ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞതാണ്. ഇനി മുംബൈ സിറ്റി FC തന്നെ ഇപ്പം TP രഹനേഷിന് വേണ്ടിയിട്ടും ഒരു അഡ്വാൻസ് സ്റ്റോക്കിലാണ് എന്നുള്ള നിലയിലാണ്, ഒരു പ്രീ കോൺട്രാക്റ്റ് വരെ സൈൻ ചെയ്തു എന്നുള്ള നിലയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഓൾറെഡി അവർക്ക് പ്യൂബാലച്ചൻബയും നവാസും ഒക്കെ ഉണ്ട്. നിലവിൽ നവാസൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെയാണ് വരുന്ന വാർത്തകൾ. അല്ലെങ്കിൽ രഹനേഷ് മുംബൈ സിറ്റി FC വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ തന്നെ വരാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതേപോലത്തെ വാർത്തകൾ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ജാലകം തുറക്കുന്നൊരു സമയത്ത്, അതല്ലെങ്കിൽ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലേയേഴ്സിനെ ഒന്നും കിട്ടാനില്ല, നമ്മുടെ കൊടുങ്ങല്ലൂർ മാർക്കറ്റ് അടച്ചുപോയി, മറ്റവരെല്ലാവരും നേരത്തെ കോതമംഗലം മാർക്കറ്റിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇപ്പോഴേ ഇത് ചെയ്ത് പ്രീ കോൺട്രാക്റ്റ് ഒക്കെ ചെയ്താലേ താരങ്ങളെ കിട്ടുള്ളൂ. അന്നേരം അയ്യോ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ എഗെയിൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് ആസ് എ KBSC ഫാൻ എന്ന നിലയിൽ. പിന്നെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സോ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് അറ്റാക്കിംഗ് പൊസിഷൻസിൽ ചില മാറ്റങ്ങൾ ഇന്ത്യൻ പ്ലേയേഴ്സിന് ആവശ്യമാണ്. അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക്
ഫ്യൂച്ചറിൽ ക്ലബ്സിന് ആ ഒരു ബെനിഫിറ്റായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഈ ഒരു ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് KBC ഫാനാണല്ലോ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് പറഞ്ഞ് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നും കൂടി ഒന്ന് കമ്പോസ്റ്റ് എഴുതുക.